മമ്മൂട്ടി കമ്പനി യൂട്യൂബിൽ റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിം ആരോ ഞാൻ കണ്ടു. നിങ്ങൾക്കും കാണാം, യൂട്യൂബിലുണ്ട്. പക്ഷേ ഈ ഷോർട്ട് ഫിലിം കണ്ട സമയത്ത് എനിക്കുണ്ടായ ഫീലിംഗ് അല്ല മറ്റൊരാൾക്കുണ്ടായ ഫീലിംഗ്. നമ്മൾ ആ ഷോർട്ട് ഫിലിം കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, എനിക്കുണ്ടായ ഫീലിംഗ് പറയാം. എല്ലാം നഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന, മുഴുവൻ സമയ മദ്യപാനിയും സിഗരറ്റും വലിച്ചു മദ്യവും കഴിച്ച് എന്താ പറയുക, സമനില നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന ഒരു തിരിച്ചറിവ്. അതെന്ന് പറഞ്ഞാൽ സ്വപ്നം പോലെയാവാം, അതല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി പോലെയൊക്കെ. തൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്ന തൻ്റെ ജീവിത പങ്കാളി ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു പ്രത്യേക തലം, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഘട്ടത്തെ അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഈ ആരോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. അത് കാഴ്ചക്കാരൻ്റെ മാനസിക തലത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ അശ്വന്ത് കോക്കിനെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് കാണുന്ന സമയത്ത് അയാൾ നോക്കുന്നത് എങ്ങനെയാണ് സീൻസ് ചിത്രീകരിച്ചത്, ആരാണ്, എന്താണ്, പിന്നെ എന്തു കഴിക്കുന്നു, എന്തു കുടിക്കുന്നു, ചുണ്ടങ്ങോട്ട് പോകുന്നു, കാലങ്ങോട്ട് പോകുന്നു, മഴ പെയ്യുമ്പോൾ വെള്ളം താഴേക്കാണോ മുകളിലേക്കാണോ പോകുന്നത് എന്നൊക്കെയാണ് ഈ അശ്വന്ത് കുക്കിനെ പോലുള്ള ആൾക്കാർ നോക്കാറ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പിന്നെ ഒരു സംഗതി കാണുമ്പോൾ, ഒരു മാജിക്ക് അറിയുന്ന ഒരാൾ ഒരു മാജിക്ക് കണ്ടാൽ അയാൾക്കത് ഫീലൊന്നും ആവുന്നില്ല. പക്ഷെ മാജിക്ക് അറിയാത്തൊരാൾ ആണ് മാജിക്ക് കാണുന്നതെങ്കിൽ അയാൾക്കതൊരു വലിയ അനുഭൂതിയായിരിക്കും. ഇപ്പോൾ ജീവിതസ്പർശിയായ ചില സാഹചര്യങ്ങളെ, അതല്ലെങ്കിൽ ചിലരുടെ ജീവിതത്തെയൊക്കെ സ്പർശിക്കാൻ ഈ ആരോ എന്ന് പറയുന്ന സാധനത്തിനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ഒരു കാലഘട്ടത്തിൽ പിന്നെ വലിയ താരങ്ങളായിരുന്ന സംവിധായകന്മാരും നടന്മാരും നടിമാരും ഒക്കെ ഇപ്പോൾ അവസരങ്ങളില്ലാത്ത ഈ ഒരു സമയത്ത്, അതല്ലെങ്കിൽ ന്യൂജൻ്റെ ഈ ഒരു അധിനിവേശ സമയത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നതിൻ്റെ ഒരു ഭാഗവും കൂടി ആവാം. എന്തായാലും ശരി, ഇത്തരം കലാകാരന്മാർ യൂട്യൂബ് പോലുള്ള പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ സൃഷ്ടിയുമായി വരുമ്പം തീർച്ചയായിട്ടും നമുക്കത് ആസ്വദിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ തന്നെ എത്രയോ മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആരോ ആദ്യം കാണുമ്പോഴുള്ള കാഴ്ചപ്പാട് മാറ്റി രണ്ടാമതും മൂന്നാമതും നാലാമതും ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലുള്ള ഒരുപാടെണ്ണം ഇനിയും വരും.